വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നുണ്ടായ അപകടത്തിൽ സർക്കാർ ഏജൻസികൾക്കെതിരെയും നടപടിക്ക് സാധ്യത. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ചുമതലയുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്കും മേൽനോട്ടത്തിൽ പിഴവുണ്ടായെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. ടൂറിസം ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മന്ത്രിക്ക് കൈമാറും. അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ചുമതല ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്കുമാണ്. ശക്തമായ തിരമാലയുണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് കഴിഞ്ഞ ശനിയാഴ്ച വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിച്ചത്. ഈ സമയം കരാർ കമ്പനിയായ ജോയ് വാട്ടർ സ്പോർട്സിന്റെ ജീവനക്കാർ മാത്രമാണ് ബീച്ചിലുണ്ടായിരുന്നത്. ബ്രിഡ്ജിന്റെ മേൽനോട്ടത്തിനോ അറ്റകുറ്റപ്പണികൾ വിലയിരുത്താനോ സർക്കാർ ഏജൻസികൾ ഉണ്ടായില്ല. കരാർ കമ്പനിക്കൊപ്പം സർക്കാർ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. ടൂറിസം ഡയറക്ടർ PB നൂഹിന്റെ അന്വേഷണ റിപ്പോർട്ട് മന്ത്രി മുഹമ്മദ് റിയാസിന് ഇന്ന് കൈമാറും. കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്നാണ് കരാർ കമ്പനിയുടെ വാദം. ഇക്കാര്യം ടൂറിസം വകുപ്പ് പരിശോധിക്കും. ഇന്നലെ ജില്ലാ കളക്ടറും അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ശനിയാഴ്ച വർക്കല പാപനാശം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്നുണ്ടായ അപകടത്തിൽ 15 പേരാണ് കടലിൽ വീണത്. ഗുരുതരാവസ്ഥയിലുള്ള വിനോദസഞ്ചാരികൾ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.